രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കുണ്ടല്ലോ കുറേ പുതിയ ചെടികൾ എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് താമര, ഞാൻ ആദ്യം താമര അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. താമര ഇപ്പോൾ സെയിലിനായിട്ടില്ല. ഞാനതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അടുത്ത കൊല്ലം താമര നമുക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതിൻ്റെ പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ, ഒരു വീഡിയോ എടുത്തിട്ടു എന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ, വളരെ ഭംഗിയുള്ള നിറയെ മൊട്ടൊക്കെ ആയിട്ട് കുറേ പോട്ടിലുണ്ട് കേട്ടോ. നിറയെ പൂക്കൾ പല കളറിലും കിട്ടിയിട്ടുണ്ട്. നല്ല അതിൻ്റെ വീഡിയോ അത്ര ഭംഗിയായിട്ടൊന്നുമില്ല, പക്ഷേ നല്ല ഭംഗിയാണ് താമരകൾ കാണാൻ. മൊട്ടുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന, ഞാനിത് കുറച്ച് റണ്ണറോ അല്ലെങ്കിൽ കുറച്ച് ട്യൂബറോ ഒക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയല്ല, ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇന്ന് ഞാനുണ്ടല്ലോ അസേലിയൻ്റെയും കമേലിയൻ്റെയും രണ്ട് ചെടികളുടെ കുറേ വെറൈറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സെയിലിനുള്ളതല്ല കേട്ടോ. ഇത് കുറേ വലിയ ചെടികളല്ല. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ സെയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, നേരിട്ട് വന്ന് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറേ തൈകൾ വന്നിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു 2-3 കളറുണ്ട്. റെഡ് ഉണ്ട്, പീച്ച്, വൈറ്റ്, അങ്ങനെ 3 കളർ കമേലിയ വന്നിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ പറയും അത് ചൂട് കാലാവസ്ഥയിൽ വിരിയില്ല, കമേലിയ പിടിക്കില്ല എന്നൊക്കെ. ഇപ്പം നല്ല ഹൈബ്രിഡ് ചെടികളാണ്, ഏത് കാലാവസ്ഥയിലും വിരിയും കേട്ടോ. നമുക്കിതിൻ്റെ ചോട്ടിൽ വേനൽക്കാലമാകുമ്പോൾ കുറച്ച് തണുപ്പ് കൊടുക്കണം എന്നേ ഉള്ളൂ. അതായത് ചകിരി തുണ്ടോ അല്ലെങ്കിൽ കരിയിലയോ ഒക്കെ കൂട്ടിയിട്ട് കൊടുത്ത് നന്നായിട്ട് അടിഭാഗം നനച്ചു കൊടുക്കണം. നല്ല തണുപ്പ് നിലനിർത്തണം എന്നാണ് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പൂ വിരിയും, ഏത് കാലാവസ്ഥയിലും വിരിയും. മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം വിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഉണ്ട്. കണ്ടില്ലേ, ഇതിലൊക്കെ എന്തുമാത്രം മൊട്ടാണ് വിരിയാനായിട്ട് നിൽക്കുന്നത് എന്ന് കണ്ടോ. നല്ല ചെടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചുമപ്പിനെയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ വെള്ളയും പീച്ചും ഈ വീഡിയോയിൽ എവിടെയൊക്കെയോ ഉണ്ട്. അത് ചുമപ്പാണ് കൂടുതൽ വിരിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും തോനെ ചെടികൾ കാണുന്നത്. മറ്റുള്ള എല്ലാ കളറും ഉണ്ട്, വലിപ്പം കൂടിയതും ചെറിയ പൂക്കളും ഒക്കെ ആയിട്ടുള്ള. ഇത് കണ്ടില്ലേ, അത്ര പെറ്റൽസ് ഒന്നും ഇല്ലാത്തൊരു ചെടിയാണിത്. അതുപോലെ ഇതൊരു പീച്ച് കളറാണ്, തനി റെഡല്ല. പിന്നെ എല്ലാത്തിൻ്റെ ഒന്നും പൂക്കൾ വിരിഞ്ഞിട്ടുമില്ല. ഇതൊരു റോസാണ്, പിങ്ക്, നല്ല കളറിൽ കുറേ തൈകൾ. ഇതിൻ്റെ എല്ലാം തൈകളുണ്ട് കേട്ടോ, നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അധിക റേറ്റ് ഒന്നുമില്ല, നല്ല ചെടിയാണ്. നമുക്ക് ഒരുപാട് ശുശ്രൂഷയും പരിചരണങ്ങളൊന്നും ആവശ്യമില്ല ഈ കമേലിയ അസേലിയ ചെടികൾക്ക്. ഇതിൻ്റെ തൈകൾ വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ. ഞാനിതിൻ്റെ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെയുള്ള സൈസാണ് കേട്ടോ, വലിയ ചെടികളാണ്. ഇതാണ് സൈസ്, കൊടുക്കാനായിട്ട് വെച്ചിട്ടുള്ള സൈസാണിത്. അടുത്തതുണ്ടല്ലോ അസേലിയൻ്റെ ആണ്. ഒരുപാട് കളറ് അസേലിയ വന്നിട്ടുണ്ട്. വൈറ്റ് ഉണ്ട്, പിങ്ക്, പീച്ച്, അങ്ങനെ ഒരു 3-4 കളറ് അസേലിയ. അതും ഒരുപാട് ചെടികളുണ്ട്. അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഏകദേശം പൂക്കളും മൊട്ടും ഒക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ല നട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മാസം കൊണ്ട് പൂക്കളാവും. അത്രയും നല്ല ചെടികളാണ്. അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് അങ്ങനെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ഒരുപാട് വലിയ ചെടികളല്ലേ. പക്ഷേ ഇതിൻ്റെ ചെറിയ തൈകളുണ്ട്. നല്ല നമുക്കൊരു മാസം കൊണ്ട് തന്നെ വീട്ടിൽ ആവശ്യത്തിനുള്ള പൂക്കൾ കിട്ടും. അത്രയും നല്ല ചെടികളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഞാനിതിൽ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. ഇതിന് 2 ചെടിക്ക് 360 രൂപ വില വരും കേട്ടോ ഇതിന്. അതായത് ഒരു ചെടിക്ക് 180 രൂപയാണ്. ഒരു കമേലിയ, ഒരു അസേലിയ എടുക്കുമ്പോൾ 360 രൂപയാണ്, 180 വീതം. അതിൻ്റെ പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ തന്നെ അവസാനം അതിൻ്റെ പ്ലാന്റ് സൈസ് ഉണ്ട്. വളരെ നല്ല ചെടികളാണ് കേട്ടോ. താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ. ഇതാണ് അതിൻ്റെ ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്.